കേരള PSCയുടെ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ. First question. Crossover distortion will occur in push-pull amplifier, complementary symmetry amplifier, emitter follower, single stage amplifier. So നമുക്കറിയാം crossover distortion അത് ഏതിലാണ് കൂടുതൽ occur ചെയ്യുക? push-pull amplifierലാണ്. It's a class A amplifier. അപ്പോൾ class A amplifierലെ push-pull amplifierലാണ് കൂടുതൽ നമുക്ക് crossover distortion occur ചെയ്യുക. കാരണം എന്താ? അവിടെ രണ്ട് എമിറ്റേഴ്സ് തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താ കോംപ്ലിമെന്ററി സിമെട്രി ആംപ്ലിഫയർ എന്ന് പറയുന്നത്? അതായത് ഒരു NPN ട്രാൻസിസ്റ്ററും ഒരു PNP ട്രാൻസിസ്റ്ററും കൂടെ കണക്ട് ചെയ്യുന്നതാണ് കോംപ്ലിമെന്ററി ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ മോഡ് 10 കൗണ്ടർ ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ കാസ്കേഡഡ്? സോ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ? 2n എന്ന് പറഞ്ഞ ഫോർമുല നമുക്കറിയാം. അപ്പോൾ ഈ n-ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് എത്ര ഔട്ട്പുട്ട് സ്റ്റേജസ് കിട്ടുന്നത്. അതായത് 2⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. സോ വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ്. ദെൻ 2⁻1. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്താൽ രണ്ട് സ്റ്റേജസ് ആണ് നമുക്ക് അവിടെ കിട്ടാൻ പറ്റുക. അതായത് മോഡ് 2 കൗണ്ടർ കിട്ടും. അതായത് മാക്സിമം 2 സ്റ്റേജസ് ആയിരിക്കും അതിൽ കിട്ടുക. ദെൻ 2⁻2. that is mod 4 counter, then 2⁻3 that is mod 8 counter, then 2⁻4 that is mod 16 counter. So നമുക്ക് 8 അല്ല വേണ്ടത്, 8-നേക്കാൾ കൂടുതൽ വേണം. So we can suggest 2⁻4. അതായത് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്താലാണ് നമുക്ക് mod 10 counter കിട്ടുള്ളൂ. So the answer is 4. Next question. The reverse saturation current of a germanium PN junction doubles for every dash degree rise in ambient temperature. So this is a theoretical question. വളരെ understood ആണ്. 10 degree rise നാണ് ഈ PN junction diode saturation current double ചെയ്യുന്നത്. So it's a theoretical question. The next question is memories that loses contents when the power is off. Again it is a theoretical question. The answer is volatile. Volatile memories ആണ് കറണ്ട് പോകുമ്പോൾ അതിലെ പവർ അതിലെ കണ്ടന്റ്സ് റിമൂവ് ആവുന്നത്. എക്സാമ്പിൾ ഇസ് റാം. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ്. വിച്ച് ഈസ് വോളറ്റൈൽ ആൻഡ് വിച്ച് ഈസ് നോൺ വോളറ്റൈൽ. നോൺ വോളറ്റൈൽ ഈസ് റോം റീഡ് ഓൺലി മെമ്മറീസ്. The next question is again 8085. In 8085 the instruction RAL is, so RAL റൊട്ടേറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അത് എത്ര ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്? സോ ഇറ്റ്സ് എ 1 byte ഇൻസ്ട്രക്ഷൻ. 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. 1 byte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ്സ് ആണ് ഒരു ബൈറ്റ്. 4 ബിറ്റ്സ് ആണ് ഒരു നിബിൾ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഇങ്ങനത്തെ ഓരോ സം ആഡ് ഇതിനെല്ലാം എത്ര ബിറ്റ് വേണമെന്ന് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡേൺ FM റിസീവേഴ്സ് യൂസസ് de-emphasis സർക്യൂട്ട് ഫോർ. സോ ഓൾറെഡി നമുക്കറിയാം പ്രീ എംഫസിസും ഡി എംഫസിസും ആണ് FM റിസീവേഴ്സിൽ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് പ്രീ എംഫസിസ്? പ്രീ എംഫസിസ് പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി കമ്പോണൻസിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുക. ദെൻ ഡി എംഫസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹയർ ഫ്രീക്വൻസി കമ്പോണൻസിനെ ഡിക്രീസ് ചെയ്യുക. സോ നമ്മളുടെ ആൻസർ എന്തായിരിക്കും ഇതിൽ? reducing the amplitude of high frequency components in the audio signal. Okay. The next question. For sound portion of TV transmission, deviation ratio is. So it's again a theoretical question. The answer is 1.67. Next question. Negative feedback reduces distortion in amplifier only when it is. So negative feedback il endana sambhavikkunnathu? നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. സോ ഇറ്റ് ഈസ് ഫീഡ്ബാക്ക് നെഗറ്റീവ്ലി. സോ എല്ലാം റെഡ്യൂസ് ചെയ്യണം അല്ലേ? ഔട്ട്പുട്ടിന്റെ പോർഷൻ ഇൻപുട്ടിലേക്ക് ഒരു സബ്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. സോ എവറിത്തിങ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യും. എവിടുത്തെ ഡിസ്റ്റോർഷൻ ആയിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസ് ചെയ്യുക? അതിൽ ഉള്ളിലുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ആണ്
നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസ് ചെയ്യുക. അല്ലാതെ പുറത്തുനിന്നോ എക്സ്റ്റേണൽ സോഴ്സസ് നിന്നോ ഒരു പോർഷൻ ഓഫ് ഇൻപുട്ട് എന്നോ അല്ലെങ്കിൽ സേഫർ ലെവലിൽ നിന്നോ ഒന്നും എക്സീഡ് ചെയ്യുന്ന ഡിസ്റ്റോർഷൻ അല്ല അത് റെഡ്യൂസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻ ആണ് റെഡ്യൂസ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ഡിസ്റ്റോർഷൻ ഇൻ ദ ആംപ്ലിഫയർ ഓൺലി when it is generated in it. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസ് ചെയ്യുക. So next question, the unit of dielectric strength is. So dielectric strength എന്ന് പറഞ്ഞാൽ എന്താ? Strength to oppose. Oppositionന്റെ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസ് ആണ്, V by D. So very easily we can understand voltage V divided by D, D ന്റെ മീറ്റർ. So in the questions നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. കിലോവോൾട്ട് പെർ മീറ്റർ, കറണ്ട് പെർ മിനിറ്റ്, ആംപിയർ പെർ സെക്കൻഡ്, വോൾട്ട് പെർ ഡിവിഷൻ. സോ വോൾട്ട് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. വോൾട്ട് പെർ ഡിവിഷൻ അല്ല, വോൾട്ട് പെർ ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസിന്റെ എന്താണ്? മീറ്റർ ആണ്. സോ ദ ആൻസർ ഈസ് കിലോവോൾട്ട് പെർ മീറ്റർ. Next question is again a theoretical question. For insulators, the forbidden energy gap is of order. ഏത് ഓർഡറിലാണ് forbidden energy gap ഉണ്ടാവുക? ഇൻസുലേറ്റേഴ്സ് നമുക്കറിയാം എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഏറ്റവും കുറവ് എനർജി ഗ്യാപ്പ് ഉള്ളതിൽ ഏതാണ്? കണ്ടക്ടേഴ്സിനാണ്. സെമി കണ്ടക്ടേഴ്സിൽ ഇൻ ബിറ്റ്വീൻ ആണ്. സോ അതിൽ ആൻസർ വളരെ അണ്ടർസ്റ്റുഡ് ആയിട്ട് നമുക്ക് പറയാം, 5 ഇലക്ട്രോൺ വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in an unbiased junction the thickness of depletion region is of order. So it's again a theoretical question. Answer is 0.5 μm, micrometer. 0.5 micrometer അത്രയാണ് ഒരു അൺബയാസ്ഡ് ജംഗ്ഷന്റെ തിക്നെസ് ഉണ്ടാവുക ഡിപ്ലീഷൻ റീജിയനിൽ. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഷോക്കി ബാരിയർ ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ്. അപ്പൊ നമുക്ക് ഷോക്കി ബാരിയർ ഡയോഡ് എന്താന്ന് ആദ്യം അറിയണം. ഷോക്കി ബാരിയർ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റലും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഷോക്കി ബാരിയർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ യൂസ് എന്തായിരിക്കും? മെയിൻ ആയിട്ട് എന്താ? ലോ നോയ്സ് ആംപ്ലിഫയർ, വേരിയന്റ് കപ്പാസിറ്റൻസ് ഡിവൈസ്, പവർ സപ്ലൈ റെക്ടിഫയർ, ലോ ലെവൽ ഡിറ്റക്ടർ. സോ ഡയോഡ്സ് ഓൾവേസ് യൂസ് ഡിറ്റക്ടർ സർക്യൂട്ട്സിനാണ് നമ്മൾ ഡയോഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എഗെയിൻ ഷോക്കി ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആണ് ലോ ലെവൽ ഡിറ്റക്ടർ. അതും ഒരു തിയററ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ദ ആൻസർ ഇസ് ലോ ലെവൽ ഡിറ്റക്ടർ. Next question is JFET has main drawback of. So നമുക്ക് JFET എന്താ? ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസ്മിറ്റർ. അതറിയാം, നമുക്കറിയാം ഒരു യൂണിപോളാർ ഡിവൈസ് ആണ്. സോ നോയ്സുകൾ കുറവായിരിക്കും. അതെല്ലാം അതിന്റെ ബെനിഫിറ്റ് ആണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഏതാ? ഹാവിങ് സ്മോൾ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ്. ബാക്കിയെല്ലാം അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്, ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. അതെല്ലാം നമുക്ക് JFETന്റെ തന്നെ അഡ്വാൻറ്റേജസ് ആയിട്ട് കൂട്ടുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഹാവിങ് സ്മോൾ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ്. ഇൻ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് ദ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി. നമുക്കറിയാം വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ തന്നെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ബെറ്റർ ഔട്ട്പുട്ട്, ഒരു ഇംപ്രൂവ്ഡ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക. വോൾട്ടേജിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ്. സോ എന്തായിരിക്കും അതിന്റെ ഉത്തരം? As large as possible, as small as possible, equal to output impedance, equal to input impedance. So എന്താണ്? As large as possible. So voltage amplifier ന്റെ ലോഡ് റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് ഇൻപുട്ട് വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുള്ളൂ. Next question is Darlington amplifier circuit is obtained by. Darlington amplifier circuits പറഞ്ഞാൽ എന്താ? അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. രണ്ട് എമിറ്റർ സർക്യൂട്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഡാർലിംഗ്ടൺ പെയർസ് ഉണ്ടാക്കുന്നത്. So the answer is 2 emitter circuits. What are the advantages or എന്തൊക്കെയാണ് ഡാർലിംഗ്ടൺ പെയറിന്റെ നമ്മൾ പറയുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഹൈലൈറ്റിംഗ് പോയിന്റ്സ് പറഞ്ഞാൽ എന്താ? ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, പിന്നെ മെയിൻ ആയിട്ട് ഇംപിഡൻസ് ബാച്ചിങ്ങിനാണ് നമ്മൾ ഡാർലിംഗ്ടൺ പെയർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ടേൺ ഓഫ് ഓർ കമ്മ്യൂട്ടേറ്റ് എ തൈറിസ്റ്റർ. സോ ടേൺ ഓഫ് ഓർ കമ്മ്യൂട്ടേഷൻ പ്രോസസ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ തൈറിസ്റ്റർ എന്താണെന്ന് അറിയണം. തൈറിസ്റ്റർ പറഞ്ഞാൽ എന്താണ്? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെയാണ് നമ്മൾ തൈറിസ്റ്റർ എന്ന് പറയുന്നത്. തൈറിസ്റ്റർ ഓൺ ചെയ്യണമെങ്കിലും ഓഫ് ചെയ്യണമെങ്കിലും നമ്മൾ അതിന്റെ ആനോഡിലാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ആനോഡിന്റെ കൊടുക്കുന്ന കറണ്ട് കാത്തോഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഓൺ ആവും,
അല്ലെങ്കിൽ അത് ഓഫ് ആവും. സോ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് കമ്മ്യൂട്ടേഷൻ. സോ ദ ആൻസർ ഇസ് പോസ്റ്റ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ. Next question is thyristors are not made using germanium because thyristors are not using germanium. Germanium വെച്ചിട്ട് നമ്മൾ thyristors യൂസ് ചെയ്യില്ല. സോ ഓൾറെഡി നമുക്കറിയാം ജെർമാനിയത്തിന്റെ പ്രോപ്പർട്ടിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഹൈ ലീക്കേജ് കറണ്ട് ആണ്. ഈ ഹൈ ലീക്കേജ് കറണ്ട് കാരണം നമുക്ക് ഒരിക്കലും തൈറിസ്റ്ററിന്റെ വർക്കിംഗ്, അതായത് ഈ പെട്ടെന്ന് ആനോഡിൽ കൊടുക്കുന്ന കറണ്ട് ഓണും ഓഫും ഈ പ്രോസസ്സ് നടക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് എ ഹൈ ലീക്കേജ് കറണ്ട്. അതുകൊണ്ട് നമ്മൾ ജെർമാനിയം ഇസ് നോട്ട് യൂസിങ് ഇൻ തൈറിസ്റ്റർ. So a tuned amplifier amplifies. Tuned amplifier circuits ന്റെ പ്രിൻസിപ്പിൾ തന്നെ അറിയാം, നാരോ ബാൻഡ് ഫ്രീക്വൻസീസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So the answer is a narrow band of frequencies. Next is Weinbridge oscillator is basically a. Weinbridge oscillator എന്താണ്? ബേസിക്കലി അതിൽ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ നൾ പോയിന്റ് എത്തുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ വെയിൻബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അത് ബേസിക്കലി നമുക്കറിയാം, അത് കപ്പാസിറ്റൻസ് അതുപോലെ തന്നെ ഹാർമോണിക് ഡിസ്റ്റോർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെയിൻബ്രിഡ്ജിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്, 100 ഹെർട്സ് ടു 100 കിലോ ഹെർട്സ് വരെയാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് ഇത് സൈൻ വേവ് ജനറേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സൈൻ വേവിന് വേണ്ടിയിട്ടാണ് വെയിൻബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് സൈൻ വേവ് ജനറേറ്റർ. പിന്നെ നമുക്ക് സ്മിത്ത് ട്രിഗർ ആണ് സ്ക്വയർ വേവ് ജനറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ആസ്കി കോഡ്. ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അത് വളരെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ 7-bit കോഡ്. സോ ദ ആൻസർ ഇസ് 7-bit കോഡ്. Next question is 8085 μp. The address of the next instruction to be executed is stored in. ഇനി വരാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുക? The answer is pointer program counter. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിലാണ് നെക്സ്റ്റ് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസ് അവിടെ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫെച്ച് ചെയ്തിട്ടുണ്ടാവും അടുത്ത ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഫെച്ച് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, that means SMPS, operating at 20 kHz to 100 kHz range uses as a main switching element in mainly SMPS. അതെല്ലാം വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഇതെല്ലാം വരുന്നത് മോസ്ഫെറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് മോസ്ഫെറ്റ്. വിച്ച് റെപ്രസെൻറ്റ്സ് എ മാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസർ? ദ ഓപ്ഷൻസ് ആർ LVDT, സ്ട്രെയിൻ ഗേജ്, തെർമോകപ്പിൾ, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ച് വർക്ക് ചെയ്യുന്നത് LVDT ആണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. ഇതെല്ലാം ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ട്രാൻസ്ഡ്യൂസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. LVDT എന്ന് പറയുന്നത് മേജർ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രെയിൻ ഗേജസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി, സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മീൻസ് മെക്കാനിക്കൽ സ്ട്രെസ് എത്രയാണ് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിൻ ഗേജസ്. തെർമോകപ്പിൾ ഇത് പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചറും വോൾട്ടേജും ആ ഒരു കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ കണ്ടക്റ്റീവ് അതിൻ്റെ പേരിൽ നിന്ന് നമുക്കറിയാം ലൈറ്റ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a UJT with RBB is equal to 10 kHz and RB2 is equal to 4 kHz and has an intrinsic standoff ratio. So intrinsic standoff ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RB1 divided by RB1 plus RB2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. So the answer is 10 divided by 10 plus 4. The answer is 0.6. Next question, to generate a 1 MHz signal, the most suitable oscillator is. സോ ഓസിലേറ്റർ സർക്യൂട്ട്സ് നമുക്കറിയാം ബേസിക് ആയിട്ട് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് വേണ്ടത്. അവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. A beta is equal to 1 and total phase shift is equal to 360 or 0. ഈ ക്രൈറ്റീരിയനെ പറയുന്നതാണ് ബാർഖൗസൻ ക്രൈറ്റീരിയ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. കോൾപിറ്റ് ഓസിലേറ്റർ, ക്ലാപ്സ് ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ, ഇതെല്ലാം സൈൻ വേവ് ജനറേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിൽ എല്ലാ ഓസിലേറ്റേഴ്സും ഏതൊരു റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വേവ്സും, അതായത് UHF, VHF ഈ വേവ്സ് ഏത് റേഞ്ചിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ. സോ ഇതൊരു നിങ്ങൾക്ക് 1 or 2 മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം 1 MHz റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് കോൾപിറ്റ് ഓസിലേറ്റേഴ്സ് ആണ്. സോ ദ ആൻസർ ഇസ് കോൾപിറ്റ് ഓസിലേറ്റർ.
Which material is used for LED? LED എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. അപ്പോൾ ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന് വേണ്ടിയിട്ട് ഏതായിരിക്കും യൂസ് ചെയ്യുക? അപ്പം ബേസിക്കലി എല്ലാ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഗാലിയം ആണ്. സോ LED ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട്സ് ഓഫ് ഗാലിയം ആണ്. Next question is, which of the following is a unipolar device? ഏതാണ് യൂണിപോളാർ ഡിവൈസ്? നമുക്കറിയാം ഫെറ്റ് ആണ് യൂണിപോളാർ ഡിവൈസ്. അതർ എല്ലാം PN ജംഗ്ഷൻസ് എന്ന ഡയോഡ്, ഓർഡിനറി ട്രാൻസിസ്റ്റർ പറഞ്ഞ BJT, ഇതെല്ലാം ബൈപോളാർ ഡിവൈസസ് ആണ്. സോ അതിൽ ഹോൾസും ഉണ്ടാവും ഇലക്ട്രോൺസും ഉണ്ടാവും, മെജോറിറ്റി ഉണ്ടാവും മൈനോറിറ്റിയും ഉണ്ടാവും. മെജോറിറ്റി കാരിയേഴ്സിനെ മാത്രം നോക്കുന്ന ഡിവൈസ് പറയുന്നത് ഫെറ്റ് ആണ്, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ ഓഡിയോ ആംപ്ലിഫയർ യൂസസ്, ഓഡിയോ ഓസിലേറ്റർ യൂസസ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓസിലേറ്റേഴ്സിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ബൈനറി ഈക്വലന്റ് ഓഫ് എ. 16 എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 16 എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആണ്, ദാറ്റ് ഈസ് ഹെക്സാഡെസിമലിന്റെ റെപ്രസെന്റേഷൻ ആണ്. എ എന്ന് പറയുന്നത് 9 കഴിഞ്ഞ് വരുന്ന 10നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ 10ന്റെ ഈക്വലന്റ് പറയുന്നത് 1010 ആണ്. സോ ദ ആൻസർ ഈസ് 1010. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the signal attenuation means. Signal attenuation പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം weakening of signals ആണ്. So the answer is weakening, signal weakening. Next question is power factor of a resonant circuit. So resonant circuits in the power factor, it is a theoretical question. The answer is 1. Next again ഒരു theoretical plus നമ്മളുടെ ഒരു application level question ആണ്. In home TV the lead from the antenna is. home വീട്ടിൽ യൂസ് ചെയ്യുന്ന ടിവിയുടെ ലീഡ് എവിടെ നിന്നാണ് വരുന്നത്? ആൻസർ ഇസ് 18 വയർ ഫാറ്റ് റിബൺ ഓഫ് 300 ohms. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HDD സ്റ്റാൻഡ്സ് ഫോർ. നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെയാണ് HDD എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൾട്ടേജസ് ഫോർ കൺട്രോൾ ഗ്രിഡ് ഇസ് സപ്ലൈഡ് ബൈ. നമുക്ക് അതായത് നമ്മളുടെ CRTയുടെ എല്ലാ കൺട്രോൾ ഗ്രിഡിന് വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് എവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് EHT. Okay, next question. Next ഒരു theoretical question തന്നെയാണ്. An antenna is a device. So നമുക്കറിയാം antenna converts guided EM waves into free space EM waves and vice versa. അതായത് തിരിച്ചും free space EM wavesനെ guided EM waves ആയിട്ട് convert ചെയ്യും. So the answer is C. Next question, to connect server microphones, PA amplifier system required. PA എന്ന് പറഞ്ഞാൽ public address amplifier system. അത് യൂസ് ചെയ്യുന്നത് മിക്സ്ചർ സർക്യൂട്ട്സ് ആണ്. സോ ദ ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഓരോ ഫ്രീക്വൻസി റേഞ്ചസും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. VHF range is in between 30 to 300 megahertz. അതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് കൂടുതലും ഈ എക്സാംസിനെല്ലാം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ടോപ്പിക്സും കവർ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എഗെയിൻ അതുപോലത്തെ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇനിയും ചോദിച്ചിരിക്കുന്നത്. The two color different signal is designed as in PAL. PAL എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ TV സിസ്റ്റം അല്ലേ, ഒരു അനലോഗ് TV സിസ്റ്റം ആണ്. PAL എന്ന് പറഞ്ഞാൽ ഫേസ് ഓൾട്ടർനേറ്റിംഗ് ലൈൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. പാലിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ബേസിക്കലി അതൊരു 5 മെഗാഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. 625 ലൈൻസ് ഉണ്ട്. ഇതിൽ ഏത് കളർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്? UNV കളർ സിസ്റ്റംസ് ആണ് പാലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടിവിയുടെയും ആ സിസ്റ്റംസ് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം TV എന്ന് പറയുന്നത് അതിൽ ഒരു സിലബസിന്റെ ഒരു പോർഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. പാരബോളിക് ഡിഷ് ആന്റിന PDAയുടെ ഗെയിൻ എത്രയാണ്? അത് അഗെയിൻ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഇസ് 10 log pi d by lambda into theta. അതാണ് അതിന്റെ ആൻസർ. ആൻസർ ഇസ് C. സോ നമുക്ക് അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ് ഇൻ PMMC അല്ലേ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? DC മെഷർമെന്റ്സിന് വേണ്ടി മാത്രമാണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. DC മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? അത് PMMC ആണ്. സോ PMMCക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? അൽനിക്കോ ആണ് യൂസ് ചെയ്യുന്നത്. അൽനിക്കോ എന്ന് പറഞ്ഞാൽ എന്താ? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഈ മൂന്ന് ഇതും കൂടെ ചേർന്നിട്ടാണ് അൽനിക്കോ ഉണ്ടാക്കുന്നത്. PMMCയുടെ ഒരു ഹൈലൈറ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓർത്തിരിക്കുന്നത് അത് DC മാത്രമേ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുള്ളൂ. ഒരു മെഷറിംഗ് ഡിവൈസ് ആണ് അത്. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓർമ്മ വേണം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ബൈ യൂസിങ് ബൂളിയൻ ഓൾജിബ്ര A plus A bar equal to. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. സേ എക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക 1. അപ്പോൾ 1 plus 0 ആ ഒരു വാല്യൂ എന്തായിരിക്കും? 1 plus 0 is equal to 1. So the answer is 1 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The antenna is matched to RF amplifier with the help of. Matching നടത്തുന്നത് ഏത് വെച്ചിട്ടാണ്? Answer is C. Ball and അതാണ് മാച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് മാച്ചിങ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഇന്റർഫേസിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത്തരം ബോളൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാച്ചിങ് സർക്യൂട്ട്സ്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ആക്റ്റീവ് കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ട്യൂണിങ്? ഇലക്ട്രോണിക് ട്യൂണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഡിവൈസ് ഏതാണെന്ന്. സോ ട്യൂണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാ? ഇറ്റ്സ് വാരക്ടർ ഡയോഡ്സ്. വാരിക്യാപ് എന്നൊക്കെ പറയുന്ന വാരക്ടർ ഡയോഡ്സ്. അതെന്താണ് വാരക്ടർ ഡയോഡ്സിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളുടെ പി എൻ ജംഗ്ഷനിലെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ കപ്പാസിറ്റൻസ് മാറും. ഈ കപ്പാസിറ്റൻസ് വോൾട്ടേജിനെയും വിഡ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഈ കപ്പാസിറ്റൻസ്. സോ ഇങ്ങനെ ഇതിന്റെ മാറ്റം അനുസരിച്ച് ഈ ഡിപ്ലീഷൻ റീജിയന്റെ കപ്പാസിറ്റൻസ് മാറും. ഈ കപ്പാസിറ്റൻസ് മാറുന്നതനുസരിച്ച് ട്യൂൺ ചെയ്യും. ഇതാണ് അതിന്റെ തിയറി. ഇതാണ് തിയറി ഓഫ് വാരക്ടർ ഡയോഡ്സ്. സോ ട്യൂണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാരക്ടർ ഡയോഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LNBC സ്റ്റാൻഡ്സ് ഫോർ. LNBC എന്ന് പറഞ്ഞാൽ ലോ നോയ്സ് ബ്ലോക്ക് ഡൗൺ കൺവേർട്ടർ എന്നാണ് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതിന്റെ റിസപ്ഷന് വേണ്ടിയിട്ടാണ് LNBCs യൂസ് ചെയ്യുന്നത്. സോ സാറ്റലൈറ്റിന് ഒരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ട്രൂത്ത് ടേബിൾ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ കണ്ടീഷൻ J = K = 1 റെപ്രസെന്റ്സ്. J = K = 1 രണ്ടും 1 1 എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ടോഗിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് 1 1. അപ്പോൾ പ്രീവിയസ് വാല്യൂ 0 ആണെങ്കിൽ അത് ടോഗിൾ ചെയ്തിട്ട് 1 ആവും. ഇനി പ്രീവിയസ് വാല്യൂ 1 ആണെങ്കിൽ അത് ടോഗിൾ ചെയ്തിട്ട് 0 ആവും. ഇങ്ങനെ മാറി 1 0 1 0 അങ്ങനെ ടോഗിൾ ചെയ്യുന്ന കണ്ടീഷനാണ് K = J = 1 ആവുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അവിടെ ഉണ്ടാവുന്ന ഒരു എറർ എന്ന് പറയുന്നതിനാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ഓസിലോസ്കോപ്പ്. ഹാർട്ട് ഓഫ് ഓസിലോസ്കോപ്പ് അതേതാ? സിആറാണ് ഓസിലോസ്കോപ്പ്. അതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താ? CRT, ദാറ്റ് ഈസ് കാത്തോഡ് റേ ട്യൂബ്. ദ ആൻസർ ഈസ് D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the technique used to generate HV in EHT അല്ലേ? ഹൈ വോൾട്ടേജ് ഇൻ EHT എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് അഡീഷൻ ആണ്. സ്പ്ലിറ്റ് അഡീഷൻ ആണ് ഹൈ ടെൻഷൻ ഇതിന് വേണ്ടിയിട്ട്, ഹൈ വോൾട്ടേജിന് വേണ്ടിയിട്ട് EHT യൂസ് ചെയ്യുന്നത്. എ ബൈസ്റ്റേബിൾ സർക്യൂട്ട് used to produce a rectangular output waveform is. റെക്ടാങ്കുലർ വേവ് ഫോം ഉണ്ടാക്കാൻ വേണ്ടി കിട്ടുന്നത്. സോ ആൻസർ ഇസ് സ്മിത്ത് ട്രിഗർ. അസ്റ്റേബിൾ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി അതിൽ നെയിമിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഇറ്റ്സ് നോട്ട് ബൈസ്റ്റേബിൾ. അഗൈൻ RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. അവിടെ RS ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെക്ടാങ്കുലർ വേവ് ഫോം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അതിനും പറ്റില്ല. സോ ദ ആൻസർ ഇസ് സ്മിത്ത് ട്രിഗേഴ്സ്. സ്മിത്ത് ട്രിഗേഴ്സ് ആണ് റെക്ടാങ്കുലർ വേവ് ഫോമിന് ഉണ്ടാക്കുന്നത്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ആണ് സൈൻ വേവ് ജനറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ AM റേഡിയോ റിസീവർ ദ ഡിറ്റക്ഷൻ പ്രോസസ് ഇസ് ഡൺ ബൈ. ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നത് ഡയോഡ് ഡിറ്റക്ടർ ആണ്. പോസ്റ്റ് സീലിയം റേഷ്യോ ഡിറ്റക്ടർ എല്ലാം FM-ന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് FM ഈസ്. ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കുക. FM ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് 10.7 മെഗാഹെർട്സ്. If the question is for AM, the answer is 455 kilohertz. So intermediate frequency കണ്ട് പെട്ടെന്ന് ചാടി കയറിയിട്ട് 455 kilohertz ആൻസർ ചെയ്യരുത്. ക്വസ്റ്റ്യൻ മുഴുവൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. So the answer is B. 455 kilohertz. Sorry, answer is A, 10.7 megahertz. Answer B, 455 kilohertz എന്ന് പറയുന്നത് AM-ന് വേണ്ടിയിട്ടുള്ളതാണ്. സോ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. 10.7 megahertz എന്ന് പറയുന്നത് FM-ന് വേണ്ടിയിട്ടും അതുപോലെ 455 kilohertz എന്ന് പറയുന്നത് AM-ന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the frequency of oscillation of an RC phase shift oscillator is. RC phase shift oscillator equation അത് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. F is equal to 1/2 pi √6 RC. So the answer is B. Zener diode. Zener diodes main property in the reverse bias ലാണ് വർക്ക് ചെയ്യുക and it is heavily doped. So the answer is B, reverse bias and heavily doped. Next question, the ability of a material to hold its magnetism after magnetizing force has been removed. So നമുക്കറിയാം ഒരു ഫെറോമാഗ്നറ്റിക്കിന്റെ പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊയേഴ്സിവിറ്റി റിട്ടൻറ്റിവിറ്റി എന്നെല്ലാം പറഞ്ഞ് ഒരു ഹിസ്റ്റീരിയാസിസ് ലൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ഹിസ്റ്റീരിയാസിസ് ലൂപ്പിൽ നമ്മൾ
B and H വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ്സ് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ഹോൾഡ് ഇറ്റ്സ് മാഗ്നറ്റിസം ഉണ്ടാവണം after removing the magnetizing force. So the answer is retentivity. അതായത് മാഗ്നറ്റിസം റിട്ടൻ ചെയ്യുന്നു. Okay, the answer is C, retentivity. Next question, the reciprocal of resistance. Answer is conductance. അതെല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആണല്ലോ. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണ്. SCR already നമ്മൾ ഡിസ്കസ് ചെയ്തു തൈറിസ്റ്ററെ പറ്റി. ഇറ്റ് ഇസ് എ PN ലെയർ. ആൻസർ is A. Next question, 88 to 108 megahertz is used for. 88 to 108 അത് ഏതിന്റെ റേഞ്ച് ആണ്? The answer is FM radio. FM radioന്റെ റേഞ്ച് ആണ് 88 to 108 megahertz. Okay, the next question, the basic building block of any counter is. Basic building block ഏതാണ്? നമുക്കറിയാം ബേസിക് എന്ന് പറയുന്നത് തന്നെ നാൻഡും നോറും ആണ്. സോ ദ ആൻസർ ഇസ് നാൻഡ്. അവിടെ ഒരു കൗണ്ടർ എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ട് എല്ലാം നമുക്ക് ആൻഡും നോറും വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുക. സോ ആൻസർ ഇസ് നാൻഡ്. Kirchhoff law is concerned with. Kirchhoff laws അല്ലേ? Kirchhoff voltage law ഉണ്ട്, കറന്റ് ലോ ഉണ്ട്. The question is with Kirchhoff voltage law is concerned with. വോൾട്ടേജ് ആണ് അല്ലേ? ഒരു ടോട്ടൽ സർക്യൂട്ടിന്റെ ഉള്ളിൽ വോൾട്ടേജ് 0 ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ IR ഡ്രോപ്പ് ആവാം, ജംഗ്ഷൻ വോൾട്ടേജ് ആവാം. ബാറ്ററി EMF മാത്രമാണോ? അല്ല, അതിൽ റെസിസ്റ്റൻസിൽ ഉണ്ടാവാം, കപ്പാസിറ്റൻസിൽ ഉണ്ടാവാം, ഇൻഡക്ടർ ഉണ്ടാവാം. അതിൽ ആ സർക്യൂട്ടിന്റെ ഉള്ളിലുള്ള എല്ലാ ഡിവൈസസും അല്ലെങ്കിൽ കമ്പോണൻസിന്റെ ഒക്കെ ആകെത്തുക വോൾട്ടേജിന്റെ ആയിരിക്കും. സം 0 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിന്റെ വോൾട്ടേജിന്റെ സമ്മാണ് 0 എന്ന് പറയുന്നത്. സോ അത് IR ഡ്രോപ്പും ആവാം, ജംഗ്ഷൻ വോൾട്ടേജ് ഡ്രോപ്പും ആവാം. സോ ദ ആൻസർ ഇസ് D, both A and B. ബാറ്ററി EMF മാത്രമല്ല. The next question is, ferrite cores commonly used in high frequencies. എന്തിനാണ് ഹൈ ഫ്രീക്വൻസിയിൽ ഫെറൈറ്റ് കോർസ് യൂസ് ചെയ്യുന്നത്? കോർ ലോസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെറൈറ്റ് കോർസ് യൂസ് ചെയ്യുന്നത്. The next question is, rating of a battery is usually expressing. അതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ആംപിയർ അവറിലാണ് ബാറ്ററിയുടെ റേറ്റിംഗ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the average value of AC current given by I is equal to 100 sin 100 pi t is. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് AC അത് എന്താണ്? IM by pi ആണ്. IM എന്ന് പറയുന്നത് എന്താണ്? 100 by pi. Pi is equal to 3.14. 100 divided by 3.14 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി 63.7 ആണ്. സോ ദ ആൻസർ ഇസ് 63.7. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റെസൊണൻസ് കർവ് ഷോസ് ദ വേരിയേഷൻ ഓഫ് സർക്യൂട്ട് കറന്റ് വിത്ത്. എന്താണ് റെസൊണൻസിന്റെ നമ്മൾ വേരിയേഷൻ ഓഫ് സർക്യൂട്ട് കറന്റ് വേരീസ് വിത്ത് ഫ്രീക്വൻസി ആണ് റെസൊണൻസിൽ കാണുന്നത്. സോ ദ ആൻസർ ഇസ് C, frequency. Next question, the time constant of LR or RL circuits. RL circuitsന്റെ time constant എന്ന് പറയുന്നത് L/R seconds ആണ്. RC circuits അല്ലേ? റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് സർക്യൂട്ട്സിലാണെങ്കിൽ RC ആണ്. ഇൻഡക്ടൻസ് റെസിസ്റ്റൻസ് സർക്യൂട്ട്സിലാണെങ്കിൽ L/R ആണ്. അതാണ് അതിന്റെ ടൈം കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഈസ് പ്രൈമർലി ഡിപ്പെൻഡ് ഓൺ ദ ഫിനോമിന ഓഫ്. അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൽ എന്താണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്? കൊളീഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിപ്ലീഷൻ റീജിയൻ ഓഫ് എ ജംഗ്ഷൻ ഡയോഡ് ഈസ് ഫോംഡ് വെൻ. എപ്പോഴാണ് ഡിപ്ലീഷൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്? ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് റിവേഴ്സ് ബയസ് ചെയ്യുമ്പോഴോ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോഴോ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ല, മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ്. കാരണം എന്താ വെച്ചാൽ പിയും എന്നും കമ്പൈൻ ചെയ്യുന്ന സ്റ്റേജിലാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് പ്രകാരം ദ ആൻസർ ഇസ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. ഓക്കെ, ദ അക്സെപ്റ്റർ ഇംപ്യൂരിറ്റീസ് ആർ. അക്സെപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? 13 ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ അക്സെപ്റ്റർ ഇലക്ട്രോൺസ് പറയുന്നത്. So it's boron family. Answer is boron. The depletion region of a PN junction contains. PN junction the depletion region il endha undava? It's immobile ions. So the answer is A, immobile ions. Next question is, counters can be used for the measurement of. Counters endina use cheynathu? Frequency measurements inanu counters use cheynathu. So the answer is D, frequency. Next question, the negative resistance characteristic is seen in. സോ നമുക്കറിയാം നെഗറ്റീവ് സെനറിനാണെങ്കിലും പിൻ ഡയോഡിനാണെങ്കിലും LED എല്ലാം പോസിറ്റീവ് റെസിസ്റ്റൻസ് ആണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടണൽ ഡയോഡ്സിന്റെ പ്രോപ്പർട്ടിയാണ്. സോ ദ ആൻസർ ഇസ് ബി, ടണൽ ഡയോഡ്സ്.
Next question, a coil has XL is equal to 1000 ohm. If both its inductance and frequency are doubled, its reactance dash will become, അല്ലേ reactance എന്താണ് വ്യത്യാസം വരെ 2 pi FL ആണ്. സോ രണ്ടും ഫ്രീക്വൻസി ഇൻഡക്റ്റൻസും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈംസ് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക. സോ 4 into 1000 is equal to 4000. The answer is 4000. Next, Q factor of a parallel circuit is, Q factor of a parallel circuit. Parallel circuit ന്റെ Q factor എന്താണ്? So answer is, അതൊരു theoretical question ആണ്, 2 pi FL by R. The answer is 2 pi FL by R. A. Next question, coefficient of coupling. Coefficient of coupling ന്റെ ആൻസർ നമുക്കറിയാം എന്താ, M is equal to K into root of L1 L2, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും M divided by root of L1 L2 equal to K. So that is coefficient of coupling. M എന്ന് പറയുന്നത് mutual inductance ആണ്, L എന്ന് പറയുന്നത് self inductance ആണ്. Next question, a circuit with many input but only one output. So many input to one output, that is multiplexer. One input to many output എന്ന് പറയുന്നതാണ് demultiplexer. Then decoder തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോമിനെ അടുത്തൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് decoder. Okay. Next question, the method of winding of an insulator, sorry inductor. Inductorന്റെ winding അത് രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും, honeycomb and toroid. So the answer is both A and B. D, honeycomb and toroid. 1 Henry. Henry എന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി അറിയാം, അത് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ആണ്. സോ വളരെ ഈസി ആയിട്ട് പറയാം, L is equal to N5 by I. Next question, the torque which stops oscillation of the pointer of an instrument is called. So നമുക്കറിയാം മൂന്ന് തരം ഫോഴ്സസ് ആണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാവുക, കൺട്രോളിംഗ് ഫോഴ്സ്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്. സോ ഈ മൂന്ന് ഇതിൽ ഏതാണ് ഒരു പോയിന്റിനെ ആ കറക്റ്റ് പോയിന്റിലേക്ക് പൊസിഷനിലേക്ക് നിർത്തുന്നത്? ദ ആൻസർ ഇസ് ഡാമ്പിംഗ് ഫോഴ്സ്. അതായത് ഒരു നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത് ആ മെഷറിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ അത് സ്റ്റാർട്ട്സ് ഡിഫ്ലക്റ്റിംഗ്, അതിനെ പറയുന്ന പേരാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. പക്ഷെ അത് ഒരുപാട് എൻഡ് വരെ ഡിഫ്ലക്റ്റ് ചെയ്യാതെ കറക്റ്റ് പോയിന്റിൽ നിന്ന് എത്തി അത് തിരിച്ച് എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് കൺട്രോളിംഗ് ടോർക്ക്. പക്ഷെ ഇതിങ്ങനെ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യാതെ കറക്റ്റ് ആ പോയിന്റിൽ തന്നെ നിൽക്കാനുള്ള ടോർക്കിനെയാണ് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യനിൽ എന്താണ്, ആ കറക്റ്റ് ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്ത ആ കറക്റ്റ് പോയിന്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡാമ്പിംഗ് ടോർക്ക്. The answer is damping torque. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മെഷറിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ ആ പോയിന്റർ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ടോർക്ക്, ആ കറക്റ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് കൺട്രോളിംഗ് ടോർക്ക്. പക്ഷേ ഈ രണ്ട് കാരണം ഓസിലേഷൻസ് ഉണ്ടാവാതെ അത് കറക്റ്റ് പോയിന്റിലേക്ക് പോയിന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡാമ്പിംഗ് ടോർക്ക്. അതായത് കൺട്രോളിംഗ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, പക്ഷെ ഇത് രണ്ടെണ്ണത്തിനെയും ഒരു പോയിന്റിലേക്ക് നിർത്താൻ സഹായിക്കുന്നതായിരിക്കണം ഡാമ്പിംഗ് ടോർക്ക്. Okay, next question, a photosensitive resistor. വളരെ അണ്ടർസ്റ്റുഡ് ആണ് റെസിസ്റ്റർ, ഓൾറെഡി പറയുന്നുണ്ട് LDR അല്ലേ, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. സോ ദ ആൻസർ ഇസ് ഡി. സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് മെഷർഡ് ബൈ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ, റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു സ്റ്റാൻഡേർഡ് ഡെൻസിറ്റി, അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ ആണ്. സോ ദ ആൻസർ ഇസ് എ, ഹൈഡ്രോമീറ്റർ. Next question, the ripple frequency of a full wave rectifier is, full wave rectifier ripple frequency എന്താണ്? It is 2fm. അപ്പോൾ 2f അല്ലെങ്കിൽ 2f എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയുടെ ഡബിൾ, നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. സോ അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 100 ഹെർട്സ് ആണ്. സോ ദ ആൻസർ ഇസ് 100 ഹെർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a frequency converter stage into radio receiver contains. സോ ഒരു റേഡിയോ റിസീവറിന്റെ ഫ്രീക്വൻസി കൺവേർട്ടർ സ്റ്റേജിൽ എന്തൊക്കെ ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ ക്വസ്റ്റ്യനിൽ കുറച്ചൊരു ക്ലാരിറ്റിക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മിക്സഡ് ആൻഡ് ലോക്കൽ ഓസിലേറ്റർ ആണ്. സോ ദ ആൻസർ ഈസ് കൺവേർട്ടർ സ്റ്റേജിൽ എന്താണ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ മിക്സഡ് ആൻഡ് ലോക്കൽ ഓസിലേറ്റർ. സോ നമ്മൾ 2017 ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ടൈമിൽ അപ്പോൾ 100 മാർക്ക് ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത് ഓൺലി ടെക്നിക്കൽ ആണ്, അതിൽ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഇല്ല. സോ ഒരുവിധം നമ്മൾ തിയറി പഠിച്ചാൽ നമുക്കത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ വീഡിയോ കേട്ട എല്ലാ സ്റ്റുഡൻസിനും ഒരു ഹാപ്പി ലേണിംഗ്, ഒരു നന്നായി എക്സാം എഴുതാനുള്ള ഓൾ ദ ബെസ്റ്റ്. സോ കീപ് വാച്ചിങ് ലേണിംഗ്. താങ്ക് യു.